ഓട്ടോറിക്ഷക്കാരുടെ കഷ്ടപ്പാടും ദുരിതങ്ങളുമാണ് ഞാൻ പറയാൻ പോകുന്നത്. എല്ലാ ജോലിക്കും അതിൻ്റേതായ കഷ്ടപ്പാടും ദുരിതങ്ങളും ഉണ്ട്, ശരി തന്നെയാണ്. പക്ഷേ ഓട്ടോക്കാരുടെ കഷ്ടതകൾ, അവരനുഭവിക്കുന്ന ദുഃഖങ്ങൾ, വേദനകൾ ഞാൻ പറയാവുന്നതാണ്. കാരണം എനിക്കറിയുന്ന ഒരുപാട് ഓട്ടോ ചേട്ടന്മാരുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ കാര്യങ്ങൾ ഞാൻ കേട്ടപ്പോൾ അല്ലെങ്കിൽ മനസ്സിലാക്കിയപ്പോൾ എനിക്ക് തോന്നി ഒരു വീഡിയോ ചെയ്യണമെന്ന്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിലേക്ക് വന്നത്. അതായത് ഈ നമ്മൾ ഓട്ടോയ്ക്കകത്ത് കയറിക്കഴിഞ്ഞാൽ ഈ ബാക്കിലിരിക്കുന്നവർ എന്ത് ചെയ്യുന്നു, ഏത് ചെയ്യുന്നു എന്നുള്ളത് നമുക്കറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഗ്ലാസ്സിൽ കൂടെ നോക്കിയാൽ മാത്രമേ നമുക്ക് അവരെ കാണാൻ പറ്റത്തുള്ളൂ, അല്ലേ? ബാക്കി ഇരിക്കുന്നപ്പോൾ ഒരു ഓട്ടോ വിളിച്ചുകൊണ്ട് പോയിട്ട് ഈ ഓട്ടോ ഡ്രൈവറിനെ എന്തെങ്കിലും ചെയ്യാനാണ് വിളിച്ചുകൊണ്ട് പോകണമെന്ന് നമ്മളെങ്ങനെ അറിയും? ഗ്ലാസ്സിൽ കൂടെ നോക്കിയാൽ മാത്രമേ നമുക്ക് അവരെന്തെങ്കിലും ഫ്രോഡ് കാണിക്കുന്നുണ്ടോ, നല്ല കാര്യമാണോ, അല്ലെ അവരവിടെ ഇരിക്കുന്നുണ്ടോ, തലകറങ്ങി വീണോ, അല്ലെ അവർക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചോ, ബാക്കിൽ അങ്ങനെ ഒരാളുണ്ടോ എന്നറിയണമെന്നുണ്ടെങ്കിൽ ആ ഗ്ലാസ്സിൽ കൂടെ നോക്കിയാൽ മാത്രമേ അറിയാൻ പറ്റൂ. ആ ഗ്ലാസ് അവിടെ വെച്ചിരിക്കുന്നത് പുറമേ നിന്ന് വരുന്ന വണ്ടികളെ ചെക്ക് ചെയ്യാനും ബാക്കിലിരിക്കുന്ന ആൾക്കാർക്ക് ആപത്തോ ഒന്നും ഇല്ലാതെ ഉണ്ടോ എന്ന് നോക്കാനും കൂടിയിട്ടാണ് ആ ഗ്ലാസ്സിലിരുന്നിട്ട് ബാക്കിലിരുന്ന് നോക്കിയെന്ന് പറഞ്ഞിട്ട് ഈ ഇടയ്ക്ക് ഒരു വിവാദം ഉണ്ടായി. ഒരു പെൺകുട്ടി വൾഗറുണ്ടാക്കി. അത് ഞാൻ തെറ്റ് പറയുന്നില്ല. കാരണം ഈ ഓട്ടോക്കാരിൽ തന്നെ നല്ല ആൾക്കാരും ഉണ്ട്, ബാഡായിട്ടുള്ളവരും ഉണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. അത് ഏതൊരു കാര്യത്തിലും ഉണ്ട്. ഏത് ജോലി സംബന്ധമായിട്ടുള്ള പ്രവൃത്തിയിലും നല്ലവരുമുണ്ട്, ചീത്തയായ ആൾക്കാരുണ്ട്. എല്ലാവരെയും നമുക്കൊരു കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല, മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഈ ഗ്ലാസ്സിൽ കൂടെ നോക്കുന്നത് ഒരുപാട് നല്ല കാര്യങ്ങൾക്ക് ഗുണം ചെയ്യും, എന്നാൽ കുറച്ച് ബാഡ് കാര്യങ്ങൾക്കും ഗുണം ചെയ്യും. ഈ ഗ്ലാസ്സിൽ കൂടെ നോക്കി ചുമ്മാ ഓട്ടോ ഓട്ടിക്കുന്ന ചിലവന്മാരുണ്ട്. ഗ്ലാസ്സിലൂടെ നോക്കി ബാക്കി ഇരിക്കണ പെണ്ണുങ്ങളെ വശീകരിക്കുന്നവന്മാരുണ്ട്. അവളുമാരെ നോക്കി വെള്ളം ഇറക്കുന്നവന്മാരും ഉണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. എന്നാൽ നല്ല കുറേ ആൾക്കാരും ഉണ്ട്. അത് ഉപകാരത്തിനാണ് അവർ ആ ഗ്ലാസ്സിൽ കൂടെ നോക്കുന്നത്. ബാക്കി ഇരിക്കുന്ന ആളിന് തലയിറക്കം വല്ലതും ആണോ, അല്ലെങ്കിൽ എന്തെങ്കിലും ആണോ, അല്ലെങ്കിൽ ഇൻസിഡൻ്റ് ഉണ്ടോ എന്നൊക്കെ ഉള്ളത്. എന്നാൽ ഈ ഓട്ടോറിക്ഷയിൽ കയറുന്ന ചില മനുഷ്യർ ചെയ്യുന്ന വൃത്തികെട്ട പരിപാടികളെന്ന് പറഞ്ഞാൽ തെമ്മാടിത്തരമെന്ന് വേണമെങ്കിലും പറയാം. ഫുഡ് വാങ്ങിക്കൊണ്ട് ഓട്ടോറിക്ഷയ്ക്കകത്ത് കയറിയിട്ട് ഓട്ടോയിലിരുന്ന് കഴിക്കുക, എന്നിട്ട് ഓട്ടോയുടെ ബാക്ക് സൈഡിലിടുക. അതെന്താണ്, വേസ്റ്റ് കൊട്ടയാണോ ഓട്ടോയുടെ ബാക്ക് സൈഡ് എന്ന് പറയുന്നത്? അവരിറങ്ങിപ്പോയാൽ ഉടനെ അടുത്തൊരു ഫാമിലിക്ക് കയറേണ്ടതാണ്. ഓട്ടോയിൽ സ്മെല്ലോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ മറ്റൊരാൾ കയറാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടും, മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ തന്നെ അതിൽ കയറിയിരിക്കുമ്പോൾ ആ സ്മെല്ലുണ്ടെങ്കിൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടും. ഓട്ടോക്കാർക്ക് തുച്ഛമായ പൈസയാണ് കിട്ടുന്നത്. കിട്ടുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല, കിട്ടുന്നവർക്ക് കിട്ടുന്നുണ്ട്. എന്നാൽ എല്ലാവർക്കും അതുകൊണ്ട് എങ്ങും എത്തിപ്പെടാനും പറ്റാത്തവരും ഉണ്ട്. എല്ലാ സൗഭാഗ്യവും ഉള്ളവരും ഒരു ഓട്ടോ എടുത്ത് ഓടുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് പിന്നെ വേറെ പുറമേ ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. അവർ അതുകൊണ്ട് ലാവിഷായിട്ട് ജീവിക്കും. ഒന്നുമില്ലാത്ത വ്യക്തികൾ, ഒരു വീട് പോലും ഇല്ലാത്ത വ്യക്തികൾ ഓട്ടോറിക്ഷ വാടകയ്ക്കോ അല്ലെങ്കിൽ സ്വന്തമായിട്ടോ അല്ലെങ്കിൽ CC ഇട്ടോ എടുത്ത് ഓടിക്കഴിഞ്ഞാൽ അവർക്ക് അന്നന്ന് കഴിഞ്ഞു പോകാനുള്ള വരുമാനമേ അതിനകത്ത് നിന്ന് കിട്ടത്തുള്ളൂ. ചിലപ്പോൾ അതുപോലും കിട്ടാത്ത സാഹചര്യമുണ്ട്, എനിക്കറിയാവുന്നവരുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നമ്മൾ ഓട്ടോയിൽ കയറിയാൽ, ഓട്ടോയിലെന്നല്ല ഏതൊരു വാഹനത്തിൽ കയറിയാൽ എവിടെ പോയാലും വൃത്തിയാണ് ആദ്യം. നമ്മളൊരു ഫുഡ് വാങ്ങിയോ, നമ്മൾ കഴിച്ചോ, അതിൽ വേസ്റ്റ് ഉണ്ടോ, അല്ലെ പോകുന്ന വഴിക്ക് അവരോട് തന്നെ പറയും, എവിടെയെങ്കിലും ഒരു വേസ്റ്റ് ബോക്സ് കണ്ടു കഴിഞ്ഞാൽ ആ ചേട്ടാ ഇവിടെ ഒന്ന് നിർത്തുമോ, വേസ്റ്റ് ഇടാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞിട്ട് വേസ്റ്റ് ഇടുക. ഇത് പോകുന്ന വഴിക്ക് റോഡോരത്ത് വലിച്ചെറിയുക, ഇതൊക്കെ വളരെ വൃത്തിഹീനമായ പ്രവൃത്തികളാണ്. അത് മനുഷ്യർ ചിലവർ അത് അംഗീകരിക്കില്ല, ചിലവർ അങ്ങനെ കാണിക്കുന്നവരുമുണ്ട്. എന്നാൽ ചിലവരത് കയ്യിൽ തന്നെ വെച്ചിരുന്നിട്ട് അല്ലെങ്കിൽ ഒരു ചോക്ലേറ്റ് കഴിച്ചാൽ പോലും അതിൻ്റെ കവർ ബാഗിനകത്തിട്ട് വീട്ടിൽ കൊണ്ടുപോകുന്നവരുണ്ട്. അതൊക്കെ എന്ത് വൃത്തിയും നീറ്റോടും കൂടി ചെയ്യുന്നതാണ്. നമ്മളെപ്പോലുള്ളതാണ് മറ്റുള്ളവരും ഒന്ന് നമ്മൾ ചിന്തിക്കണം. ഇതങ്ങനെയല്ല, കണ്ണി കണ്ടെടുത്ത്, അതായത് അപ്പപ്പോൾ കാണുന്നവൻ അച്ഛാന്ന് വിളിക്കുന്ന പ്രകൃതമായിട്ട് കണ്ണി കണ്ട രീതിയിൽ അങ്ങ് പ്രവർത്തിച്ചിട്ട് പോവുകയാണ്. ഇതൊക്കെ എന്ത് വളരെ മോശമാണ്. മാക്സിമം ആൾക്കാരും കൂലിക്ക് ഓടുന്നവരാണ്. മുതലാളിയുടെ ഓട്ടോ എടുത്തുകൊണ്ടൊന്ന് ഓടിയിട്ട് അതിൽ തുച്ഛമായ ശമ്പളം അവർക്ക് കൊടുക്കും. അവർ വീട്ടിൽ പോകുന്നവരാണ്. കണ്ടവൻ്റെ ഓട്ടോ കൊണ്ടുവന്ന് ഓടുമ്പോൾ അത് വൈകുന്നേരം അത് വീട്ടിൽ കൊണ്ട് കൊടുക്കുമ്പോൾ അത് വൃത്തിയായിട്ട് അവർക്ക് കൊടുക്കണം. ആ ഓട്ടോയിൽ എന്തെങ്കിലും കംപ്ലൈൻറ്റോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായി ഇവർ തന്നെ അത് നന്നാക്കി കൊടുക്കണം. ഒന്ന് ആലോചിച്ച് നോക്കി, 500 രൂപ ശമ്പളം അല്ലെ 1000 രൂപ ശമ്പളം, 500 രൂപ അന്ന് ആ ഓട്ടോയ്ക്ക് കംപ്ലൈൻറ്റ് തീർക്കാനായി. പിന്നെ അവർക്ക് എന്ത് കിട്ടും പറ? ഒന്നും കിട്ടത്തില്ല. അതുകൊണ്ട് എനിക്ക് പറയാനുള്ള, നിങ്ങൾ ഈ ഓട്ടോയിൽ കയറുന്നവർ ദയവായി ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കും. എല്ലാവരും ജീവിക്കാൻ വരുന്നവരാണ്. കാശുള്ളവരാരും ഇമ്മാതിരി പണിക്ക് പോകില്ലല്ലോ. കാശില്ലാത്തവരാണ് കഷ്ടപ്പെടാൻ വേണ്ടി. എന്തിനാണ് കഷ്ടപ്പെടുന്നത്? ഫുഡ് കഴിക്കാൻ വേണ്ടി, കോടികൾ സമ്പാദിച്ച് വെക്കാനല്ല. അന്നന്ന് രാവിലെ ഉണർന്ന് ജോലിക്ക് പോയി 3 നേരം ഫുഡ് കഴിച്ച് വീണ്ടും ഉറങ്ങി രാവിലെ ഉണർന്ന് ജോലിക്ക് പോയി. എന്തിനാണ് ജോലിക്ക് വന്നത്? മക്കളെ വളർത്താൻ, ഭാര്യയെ നോക്കാൻ, അമ്മയെ നോക്കാൻ, അച്ഛനെ നോക്കാനല്ലേ?
പരസ്പരം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ച് ജോലിക്ക് പോകുന്നത്. പണ്ടൊക്കെ ഭർത്താക്കന്മാർ മാത്രമാണ് ജോലിക്ക് പോകുന്നത്. ഇന്ന് ഭാര്യമാരും കൂടെ ജോലിക്ക് പോയിട്ട് പോലും ഒരു കുടുംബം കഴിയാൻ പറ്റുന്നില്ല. അതാണ് ഇന്നത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ ഇടയിൽ മറ്റുള്ളവരെ കയറിയിട്ട് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുക, അതൊക്കെ വളരെ ഉണ്ടാക്കുന്നൊരു കാര്യം തന്നെയാണ്. ഗ്ലാസ്സിൽ കൂടെ നോക്കിയെന്നൊന്നും ഒന്നും ഒരഞ്ഞു പോകാനില്ല. ഒരു വ്യക്തി ചുമ്മാ നോക്കി നമ്മളെ എന്തെങ്കിലും ക്രോക്കറി കാണിക്കുകയോ അല്ലെങ്കിൽ ചുമ്മാ നോക്കി നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുകയോ ചെയ്താൽ അവരോട് പറയാം, നിങ്ങൾ എന്താണ് കാണിക്കുന്നത്, നേരെ നോക്കി വണ്ടി ഓടിക്കുമെന്ന് നമുക്ക് പറയാം. അല്ലാതെ ഒരു വ്യക്തി ഗ്ലാസ്സിൽ നോക്കിയെന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരിടം ഒരയാനില്ല. നമ്മൾ ട്രെയിനിൽ യാത്ര ചെയ്യുന്നു ഇല്ലേ, കിട്ടുന്ന സ്ഥലത്താണ് നമ്മൾ കയറിയിരിക്കുന്നത്. കിട്ടുന്ന സ്ഥലത്ത് നമ്മൾ കയറിയിരിക്കുന്നു. നമ്മൾ ആ ഇരിക്കുന്ന സ്ഥലത്തിൽ നമ്മൾ ചിലപ്പോൾ ഉറങ്ങുന്നു. ചില ആൾക്കാർ ഉറങ്ങി നമ്മുടെ ദേഹത്ത് വീഴുന്നു. അതൊക്കെ സ്വാഭാവികമാണ്. തട്ടിയെന്ന് പറഞ്ഞു, ഒന്ന് മുട്ടിയെന്ന് പറഞ്ഞു, തട്ടിയെന്ന് പറഞ്ഞു നമുക്കൊന്നും ഒരയാനില്ല. രണ്ട് കൈ കുട്ടികളെ സൗണ്ട് കേൾക്കുള്ളൂ. നമുക്ക് ഫാൾട്ടായിട്ട് എന്തെങ്കിലും വന്നാൽ നമുക്ക് പറയാം. ഇത് ചുമ്മാ ഇപ്പോൾ ഉള്ള പെണ്ണായാലും ചില ആണുങ്ങളായാലും അങ്ങോട്ടും ഇങ്ങോട്ടും ചുമ്മാ വൈറലാവാൻ വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ. കൂടുതലും പെണ്ണുങ്ങളാണ്. ഞാനൊരു പെണ്ണാണ്, എന്നാലും ഞാൻ പറയുന്നത് കൂടുതലും പെണ്ണുങ്ങളാണ് ഇമാതിരി വിലത്തരങ്ങൾ കാണിക്കുന്നത്. നിങ്ങൾക്ക് തന്നെ ഒരു ലജ്ജ തോന്നുന്നില്ലേ? നിങ്ങളുടെ വീട്ടിൽ ആങ്ങളമാരാരും ഇല്ലേ? അവരൊക്കെ കഷ്ടപ്പെട്ടിട്ടാണല്ലോ നിങ്ങളും ജീവിക്കുന്നത്. ഒരു പുരുഷനാണ് നിന്നെ സൃഷ്ടിച്ചതെന്ന് നീ ഓർക്കണം. ഒരു പുരുഷൻ ജന്മം നൽകുമ്പോഴാണ് ആ കുട്ടി ഉണ്ടായത് അല്ലേ? അവിടെ ഒരു അമ്മ വേണം, അതൊക്കെ വേറെ കഥ, അതൊക്കെ നമുക്ക് പിന്നെ പറയാം. ഒരാണും പെണ്ണും ചേരുമ്പോഴാണ് ഒരു കുട്ടി ഉണ്ടായത്, അതൊക്കെ സമ്മതിച്ചു. എങ്കിലും ഒരു പുരുഷൻ കൂടെ വിചാരിച്ചപ്പോഴാണല്ലോ ഒരു കുട്ടി വന്നത്. അപ്പോൾ പുരുഷനിൽ നിന്നാണ് ഒരു കുട്ടി ഉണ്ടായത്. ഇപ്പോൾ പുരുഷന്മാരെ ഇങ്ങനെ അടച്ചാക്ഷേപിക്കുക എന്നൊക്കെ പറയുന്നത് വളരെ മോശം. തെറ്റ് ചെയ്താൽ പറയണം. അത് പുരുഷനല്ല സ്ത്രീ ആയാലും തെറ്റ് കണ്ടാൽ അത് ചൂണ്ടിക്കാണിക്കുക തന്നെ ചെയ്യണം. അതിന് ഞാൻ എതിരല്ല, ഞാൻ സപ്പോർട്ടാണ്. പക്ഷേ അനാവശ്യമായിട്ട് പ്രവർത്തിക്കുന്ന പ്രവൃത്തികൾ അത് വളരെ വൾഗറാണ്. അത് ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കരുതെന്നാണ് എനിക്ക് ജനങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. മനസ്സിലാവുന്നുണ്ടോ? ആവശ്യമില്ലാത്തതിനെല്ലാം ഫൈന്, ആവശ്യമുള്ളതിന് ഫൈനില്ല. എന്താ അത് ഒന്ന് മനസ്സിലാക്കി. ഇനി ഓട്ടോറിക്ഷയ്ക്ക് ഒരു സിസ്റ്റം വരണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓട്ടോയിലൊരു ബെല്ല് വയ്ക്കുക. ഇപ്പോൾ മൊബൈലൊക്കെ നമ്മൾ എവിടെയെങ്കിലും വെച്ചിട്ട് പോയാൽ നമ്മുടെ മൊബൈൽ അടുത്തൊരാൾ എടുത്തു കഴിഞ്ഞാൽ അറിയാൻ വേണ്ടിയിട്ടൊരു ആപ്പുണ്ട്. ആ ആപ്പ് നമ്മൾ ഓപ്പൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പല പല സൗണ്ടുകൾ അതിൽ എർത്തടിക്കും. നമ്മളിപ്പോൾ എൻ്റെ ഫോൺ വേറെ ആരെങ്കിലും എടുത്താൽ പ്രത്യേകതരം ഒരു സൗണ്ട് കേൾക്കും. അപ്പം നമുക്കറിയാൻ പറ്റും നമ്മുടെ ഫോൺ ആരോ എടുത്തിട്ടുണ്ടെന്ന്. അതുപോലെ ഓട്ടോറിക്ഷയ്ക്കകത്ത് കയറുമ്പോൾ എന്തെങ്കിലും തരികടകൾ കാണിക്കുകയോ വേസ്റ്റുകൾ ഇടുകയോ എന്തെങ്കിലും തരികടകൾ കാണിക്കുകയോ ചെയ്ത അലാറം അടിക്കത്തക്ക രീതിയിലൊരു സിസ്റ്റം എല്ലാ ഓട്ടോറിക്ഷയിലും അങ്ങനെ ഒരു സിസ്റ്റം കൊണ്ടുവരണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം എങ്കിൽ മാത്രമേ കുറച്ചൊക്കെ ഒരു മാറ്റം വരുള്ളൂ. ഒരുപാടൊന്നും വരില്ല എന്ന് എനിക്കറിയാം. കാരണം കുറച്ചൊക്കെ ഇതിനകത്ത് എന്തൊക്കെ നിയമങ്ങൾ വന്നിട്ടും ജനങ്ങൾ അതൊന്നും മനസ്സിലാക്കിയിട്ട് പേടിച്ചിട്ടോ ഭയന്നിട്ടോ അവരതൊന്നും ചെയ്യുന്നില്ലല്ലോ. അതുകൊണ്ട് എങ്കിലും കുറച്ചൊക്കെ നമുക്ക് ഒന്ന് ഡെവലപ്പാക്കി കൊണ്ടുവരാൻ പറ്റും. അങ്ങനെ ഒരു സിസ്റ്റം വരണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതാകുമ്പോൾ പിന്നെ ക്ലാസ്സിൽ കൂടെ നോക്കിയൊന്നും വേണ്ട, ഒന്നും വേണ്ട. ഇൻസിഡൻറ്റ് ഉണ്ടാകുമ്പോൾ താനെ ഓട്ടോമാറ്റിക്കലി ഒരു സൗണ്ട് കേൾക്കും. അപ്പം നമ്മൾ തിരിഞ്ഞ് നോക്കിയാൽ മതി. നിങ്ങൾ എന്താണ് ചെയ്യുന്നത്, ആ സാധനം എടുത്ത് നിങ്ങളെ വീട്ടിൽ കൊണ്ടുപോയെന്ന് നമുക്ക് ധൈര്യമായിട്ട് പറയത്തക്ക രീതിയിൽ ഒരു ക്യാമറ, ഒരു സിസ്റ്റം ഘടിപ്പിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതാകുമ്പോഴത്തേക്ക് നമുക്ക് ആരെയും നോക്കുകയും വേണ്ട, ക്ലാസ്സിലൂടെയും നോക്കണ്ട, ഒന്നിലൂടെയും നോക്കണ്ട, സേഫ്റ്റി ആയിട്ട് നോക്കുക. മനസ്സിലാവുന്നുണ്ടോ? വല്ലാത്ത ബുദ്ധിമുട്ടാണ് സത്യം പറഞ്ഞാൽ. ഞാൻ അവരുടെയൊക്കെ കഥകൾ കേട്ടപ്പോൾ എനിക്കത് വല്ലാതെ വിഷമം തോന്നി. അന്നന്ന് കിട്ടുന്ന കാശ് കൊണ്ട് അവർ തുച്ഛമായ പൈസ കൊണ്ട് അത്രയും ദൂരം നടുവൊടിഞ്ഞ് നട്ടലൊടിഞ്ഞ് ഒരേ ഇരിപ്പിരിക്കണതാണ്. എന്തൊക്കെ അസുഖങ്ങൾ വരും, പൈൽസ് ഉണ്ടാവും, പലതരം അസുഖങ്ങൾ വരും. എത്രയോ പേർക്ക് അസുഖങ്ങൾ ഉണ്ടായിട്ട് ഇതൊക്കെ മറച്ചുകൊണ്ട് ഓരോരുത്തർ ജീവിക്കുന്നത്. ഒരു സർജറി പോലും ചെയ്യാൻ പറ്റാണ്ട് കാശില്ലാണ്ട് വീണ്ടും രാവിലെ എണീറ്റ് ഓട്ടോ ഓടാൻ പോവേണ്ട അവസ്ഥയിൽ ജീവിക്കുന്ന എത്രയോ ആൾക്കാരുണ്ട്. ഒരു ആക്സിഡൻ്റ് ഉണ്ടായാൽ ഒരു മാസം പോകാൻ പറ്റാതെ വന്നാൽ വീട് പട്ടിണിയാണ്. മനസ്സിലായി? ഓട്ടോ ചെന്നാ പിന്നെ ആയിപ്പോയാൽ പിന്നെ അത് നന്നാക്കണമെങ്കിൽ എത്ര രൂപയാവും. ഇങ്ങനെയൊക്കെ ഓരോ പൈസകൾ പിറക്കുമ്പോൾ ഈ ഓട്ടോക്കാർക്ക് വലുതായിട്ടും വലിയ വരുമാനമൊന്നും കിട്ടത്തില്ല. മനസ്സിലാവുന്നുണ്ടോ? രാപകലില്ലാതെ ഓടിയിട്ടാണ് ചിലവരൊക്കെ വീട് കഴിഞ്ഞ് പോകുന്നത്. ഈ രാത്രിയൊക്കെ ഓടാൻ പോകുന്നത് വീട്ടിൽ ജീവിക്കാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട് തന്നെയാണ്. കുട്ടികളെ വളർത്തണ്ടേ? രാവിലെ എനിക്ക് മച്ച അത് വേണം, മച്ച ഇത് വേണമെന്ന് മക്കൾ പറയുമ്പോൾ അവരെ മുഖത്ത് നോക്കി ചിരിച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. ആ ദുഃഖം മാറ്റാനും ആ സങ്കടങ്ങൾ മറയ്ക്കാനുമാണ് ഈ ജോലിക്ക് പോകുന്നത്. എന്നിട്ടും ഒരിടം എത്തിപ്പെടാൻ ആർക്കും പറ്റുന്നില്ല.
പിന്നെ ചില ആൾക്കാരുണ്ട് കുടിച്ച് കൂത്താടി ആട്ടം ഓട്ടിക്കുന്നവരുണ്ട്. അങ്ങനെയുള്ളവരെയൊക്കെ റദ്ദാക്കുക. അവർക്ക് ഓട്ടോയെ കൊടുക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. നാളൊരു ഓട്ടോയിൽ ഞാൻ കയറിയപ്പോൾ ഒരാൾ കുടിച്ച് പൂസായിരിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഓട്ടോ ഓടുകയാണ്. എവിടെ പോകണം എന്ന് ചോദിച്ചുകൊണ്ട് ആ സ്പോട്ടിൽ കൊണ്ടാക്കി. നമുക്ക് പറയാൻ പറ്റുമോ വല്ല ആക്സിഡൻറ്റ് നടന്നാൽ ഇതിനൊക്കെ ആരാണ് ഉത്തരവാദി? ഇങ്ങനെയുള്ള ഓട്ടോക്കാർക്കൊക്കെ അവരെ ലൈസൻസ് ക്യാൻസലാക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. മാന്യമായിട്ട് ഓട്ടോ ഓടുന്ന ഒരുപാട് വ്യക്തികളുണ്ട് കുടുംബം പോറ്റുന്നത്. അവരെയൊക്കെ നേർവഴിക്ക് കൊണ്ടുവരാൻ, അവർക്ക് എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായാൽ അതിൻ്റേതായ രീതിക്ക് പോകണമെന്നാണ് എനിക്ക് സർക്കാരിൻ്റെ അടുത്ത് എനിക്ക് പറയാനുള്ളത്. ഇതൊത്തിരി കേട്ട് മടുത്തു. ഇനിയെങ്കിലും ഒരു വീഡിയോ ചെയ്യണമെന്ന് എനിക്ക് തോന്നി. ഒത്തിരി നാളുകൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യണം. ജനങ്ങളായ നിങ്ങൾ ഇതിനൊരു കമൻറ്റ് ഇടണം, പറയണം ശരിക്കും.